ഹായ് നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് കുറിച്ചുവെച്ചൊരു ആശയത്തെക്കുറിച്ചാണ്. ആരാണൊരു സമ്പൂർണ്ണ മനുഷ്യൻ? ആ പുരാതന മാതൃകയുടെ രഹസ്യങ്ങളിലൊക്കെ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. ഇതൊരു പക്ഷേ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യമായിരിക്കും അല്ലേ? ഒരുപാട് കുറവുകളും കുറ്റങ്ങളുമൊക്കെയുള്ള ഈ ലോകത്ത് എല്ലാ അർത്ഥത്തിലും തികഞ്ഞൊരാളുണ്ടാവുമോ? ഈയൊരു അന്വേഷണമാണ് നമ്മളെ ഇന്ന് മുന്നോട്ട് നയിക്കുന്നത്. എന്നാൽ ഈയൊരു സംശയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല കേട്ടോ. ഇതിന് ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. തപസ്വികളിൽ ഏറ്റവും ശ്രേഷ്ഠനായ സാക്ഷാൽ വാൽമീകി മഹർഷിയാണ് ഈ ചോദ്യവുമായി ആദ്യം മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിന് അറിയണമായിരുന്നു മനുഷ്യരൂപത്തിൽ പൂർണ്ണതയ്ക്ക് ഒരു സാധ്യതയുണ്ടോ എന്ന്. അപ്പോ ഈ വലിയ ചോദ്യത്തിനുള്ളൊരു ഉത്തരത്തിനായി അദ്ദേഹം ആരെയാണ് സമീപിച്ചത് എന്നറിയാമോ? ത്രിലോകസഞ്ചാരിയും ഭൂതവും ഭാവിയും വർത്തമാനവുമെല്ലാം അറിയുന്ന നാരദ മഹർഷിയെ. കാരണം ഈ ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി നൽകാൻ നാരദനോളം യോഗ്യനായ മറ്റൊരാളുണ്ടായിരുന്നില്ല. വാൽമീകി വെറുതെ നല്ലൊരു മനുഷ്യനുണ്ടോ എന്നല്ല ചോദിച്ചത്. അതൊരു ചെക്ക് ലിസ്റ്റ് തന്നെയായിരുന്നു. ധീരത, ധാർമ്മികത, നന്ദി, സത്യസന്ധത, അറിവ്, കഴിവ്, അങ്ങനെ ഒരു മനുഷ്യനെ കൈവരിക്കാൻ കഴിയുന്ന ഏറ്റവും ഉന്നതമായ 16 ഗുണങ്ങൾ അദ്ദേഹം എണ്ണിപ്പറഞ്ഞു. എന്തിന്? കോപിച്ചാൽ ദേവന്മാര് പോലും ഭയക്കുന്ന ഒരാളായിരിക്കണം അതെന്നുവരെ അദ്ദേഹം പറഞ്ഞു. നാരദന്റെ മറുപടി വാൽമീകിയുടെ ആകാംക്ഷ കൂട്ടിയിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞു, അങ്ങ് ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഒത്തുചേർന്ന ഒരാളോ? അത് വളരെ വളരെ ദുർലഭമാണ്. പക്ഷേ അങ്ങനെ ഒരാളുണ്ട്. ഞാൻ പറയാം, ശ്രദ്ധയോടെ കേൾക്കൂ. ആ നിമിഷം ഒരു വലിയ രഹസ്യം അവിടെ ചുരുളഴിയാൻ പോവുകയായിരുന്നു. ആ ഉത്തരം അതായിരുന്നു ശ്രീരാമൻ. ഇക്ഷ്വാകുവംശത്തിന്റെ തിലകമായി ജനിച്ച, തന്റെ പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ മറ്റുള്ളവരെ ആനന്ദിപ്പിക്കുന്നവൻ. വാൽമീകിയുടെ സങ്കീർണമായ 16 ചോദ്യങ്ങൾക്കും നാരദൻ നൽകിയ ഒറ്റ വാക്കിലുള്ള ഉത്തരമായിരുന്നു അത്. അപ്പോൾ എന്തൊക്കെയായിരുന്നു ശ്രീരാമനെ ആ സമ്പൂർണ്ണതയിലേക്ക് എത്തിച്ച ഗുണങ്ങൾ? നമുക്ക് നാരദന്റെ വർണ്ണനയിലൂടെ ആ 16 ദിവ്യഗുണങ്ങളെ ഒന്നൊന്നായിട്ടൊന്ന് പരിചയപ്പെടാം. നാരദന്റെ വിവരണം തുടങ്ങുന്നത് തന്നെ ശ്രീരാമന്റെ ബാഹ്യരൂപത്തെയും അതിലൂടെ കാണുന്ന ആന്തരിക ശക്തിയെയും വർണ്ണിച്ചുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ രൂപം പോലും അയാളുടെ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനമാണ്, അല്ലേ? അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ രൂപം അതിഗംഭീരമായിരുന്നു എന്നാണ് പറയുന്നത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. കൃത്യമായ അളവൊത്ത ശരീരം, നല്ല തിളങ്ങുന്ന ചർമ്മം, വിശാലമായ നെഞ്ച്, വിടർന്ന കണ്ണുകൾ, ആജാനുബാഹുവായിട്ടുള്ള രൂപം, ഇതെല്ലാം ചേർന്ന് അദ്ദേഹത്തിന് ഒരു രാജാവിന്റെ പ്രൗഢിയും അതേസമയം ആർക്കും എളുപ്പത്തിൽ സമീപിക്കാൻ തോന്നുന്ന ഒരു ആകർഷണീയതയും നൽകി. ഈ കാണുന്ന ശാരീരിക സൗന്ദര്യത്തിനപ്പുറം ഒരു നേതാവിനെ യഥാർത്ഥത്തിൽ നേതാവാക്കുന്നത് അയാളുടെ സ്വഭാവമാണ്. ശ്രീരാമന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന്റെ ഒട്ടും ഇളകാത്ത ആ ധാർമ്മിക അടിത്തറയായിരുന്നു അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ശക്തി. ഇവിടെയാണ് ശ്രീരാമന്റെ സ്വഭാവത്തിലെ ആ ഒരു സൗന്ദര്യം നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. നല്ലവരായ മനുഷ്യർക്ക്, നദികൾക്ക് കടലെന്ന പോലെ എത്ര അടുത്തേക്കും ചെല്ലാവുന്ന ശാന്തനായ ഒരാളായിരുന്നു അദ്ദേഹം. എന്നാൽ അധർമ്മത്തിനും ശത്രുക്കൾക്കു മുന്നിലോ അദ്ദേഹം ഒരു സംഹാരകൻ തന്നെയായിരുന്നു. ഒരേ സമയം കരുണയും കാർക്കശ്യവും. എന്തൊരു വ്യക്തിത്വം അല്ലേ? അദ്ദേഹത്തിന്റെ ശക്തിയെന്ന് പറയുന്നത് വെറും ശാരീരികമായിരുന്നില്ല. അതിനുമപ്പുറം അസാമാന്യമായ ബുദ്ധിശക്തി, ശാസ്ത്രങ്ങളിലുള്ള അഗാധമായ അറിവ്, കേട്ടതൊന്നും മറക്കാത്ത ഓർമ്മശക്തി, പിന്നെ ഏതു വലിയ ദുഃഖം വന്നാലും പതറാതെ നിൽക്കാനുള്ള മനക്കരുത്ത്. ഇതെല്ലാമാണ് അദ്ദേഹത്തെ ഒരു സാധാരണ രാജാവിൽ നിന്ന് ഒരു രാജർഷിയിലേക്ക് ഉയർത്തിയത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് വളരെ രസകരമായൊരു കാര്യമാണ്. ശ്രീരാമന്റെ ഗുണങ്ങളെ വർണ്ണിക്കാൻ നാരദൻ ഉപയോഗിക്കുന്ന ചില ഉപമകൾ. സാധാരണ വാക്കുകൾക്കപ്പുറം അദ്ദേഹത്തിന്റെ പ്രഭാവം വ്യക്തമാക്കാൻ ദൈവീകമായ താരതമ്യങ്ങളാണ് നാരദൻ അവിടെ ഉപയോഗിക്കുന്നത്. ഈ താരതമ്യങ്ങൾ നോക്കൂ, ഓരോന്നും എത്ര ആഴത്തിലുള്ളതാണ്. വീര്യത്തിൽ അദ്ദേഹം സാക്ഷാൽ വിഷ്ണുവിനെപ്പോലെ, സൗന്ദര്യത്തിൽ പൂർണ്ണചന്ദ്രനെപ്പോലെ, ക്ഷമയിൽ ഭൂമിയെപ്പോലെ. പക്ഷേ കോപത്തിലോ യുഗാന്തത്തിലെ പ്രളയാഗ്നിയെപ്പോലെ. ഓരോ ഉപമയും അദ്ദേഹത്തിന്റെ സ്വഭാവത്തിന്റെ ഓരോ അടരുകളാണ് നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്. ഈയൊരു വൈരുദ്ധ്യം കണ്ടോ? ഇത് ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ഒരു വശത്ത് ലോകത്തെ മുഴുവൻ വിഴുങ്ങാൻ കെൽപ്പുള്ള പ്രളയാഗ്നിയുടെ കോപം, മറുവശത്ത് എല്ലാം സഹിക്കുകയും പൊറുക്കുകയും ചെയ്യുന്ന ഭൂമിയുടെ ക്ഷമ. ഈ രണ്ടതിരുകളെയും ഒരേപോലെ ഉള്ളിലൊതുക്കി എപ്പോൾ ഏത് പ്രകടിപ്പിക്കണം എന്ന് തീരുമാനിക്കാൻ കഴിയുന്നതിലാണ് യഥാർത്ഥ നിയന്ത്രണമിരിക്കുന്നത്. ഓക്കെ, ഇത്രയൊക്കെ ഗുണങ്ങളുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊരു രാജ്യത്തിന്, അവിടുത്തെ ജനങ്ങൾക്ക് എന്താണ് പ്രയോജനം? ഈ ഗുണങ്ങളെല്ലാം പ്രായോഗികമായി ഒരു രാജ്യത്തിന് എങ്ങനെയാണ് മുതൽക്കൂട്ടാവുന്നത്? നമുക്ക് നോക്കാം. ഉത്തരം വളരെ വ്യക്തമാണ്. പിതാവായ ദശരഥ മഹാരാജാവ് ശ്രീരാമനെ യുവരാജാവായ വാഴിക്കാൻ തീരുമാനിച്ചത് വെറുമൊരു പുത്രവാത്സല്യം കൊണ്ടായിരുന്നില്ല. അതിനു പിന്നിലെ ഒരേയൊരു കാരണം പ്രജകളുടെ ക്ഷേമമായിരുന്നു. ദശരഥന്റെ ആ തീരുമാനം വെറുമൊരു തോന്നലായിരുന്നില്ല. അതിന് കൃത്യമായ കാരണങ്ങളുണ്ടായിരുന്നു.
ഒന്നാമത്, ശ്രീരാമന് എല്ലാ ഉത്തമ ഗുണങ്ങളുമുണ്ടായിരുന്നു. രണ്ടാമത്, പ്രജകൾ അദ്ദേഹത്തെ ജീവനതുല്യം സ്നേഹിച്ചു. അതിനെല്ലാം ഉപരി അദ്ദേഹം എപ്പോഴും പ്രജകളുടെ ക്ഷേമത്തിൽ ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ടുതന്നെ അടുത്ത ഭരണാധികാരിയാകാൻ ശ്രീരാമനേക്കാൾ യോഗ്യനായ മറ്റൊരാൾ അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. ശ്രീരാമന്റെ സ്വഭാവഗുണങ്ങൾ തന്നെയായിരുന്നു അദ്ദേഹത്തെ ആ സ്ഥാനത്തിന് യോഗ്യനാക്കിയത്. അതൊരു വ്യക്തിപരമായ നേട്ടമായിരുന്നില്ല, മറിച്ച് രാജ്യത്തിന്റെ പൊതുവായ നന്മയ്ക്ക് അനിവാര്യമായ ഒരു തിരഞ്ഞെടുപ്പായിരുന്നു അത്. ഈ വിവരണം ഇവിടെ അവസാനിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ആയിരക്കണക്കിന് വർഷങ്ങൾക്കിപ്പുറവും ഈ വർണ്ണന നമ്മളെ എങ്ങനെ ആകർഷിക്കുന്നത്? ഇന്നത്തെ കാലത്ത് ഇതിനെന്താണ് പ്രസക്തി? നാരദൻ വാൽമീകിക്ക് നൽകുന്നത് വെറുമൊരു വ്യക്തിയുടെ വിവരണം മാത്രമല്ല, അതിനപ്പുറം ഒരു മനുഷ്യന് എത്രത്തോളം ഉയരങ്ങളിലെത്താൻ സാധിക്കുമെന്നതിന്റെ ഒരു രൂപരേഖയാണ്. ഇതൊരു ചരിത്രപുരുഷന്റെ കഥ എന്നതിലുപരി മാനുഷികമായ കഴിവുകളുടെയും സാധ്യതകളുടെയും ഒരാഘോഷം കൂടിയാണ്. അപ്പോൾ ഈ വിവരണം നമ്മളെ ഒരു ചോദ്യത്തിനു മുന്നിലാണ് കൊണ്ടുനിർത്തുന്നത്. ധീരത, കരുണ, ജ്ഞാനം, ക്ഷമ തുടങ്ങിയ ഗുണങ്ങളെക്കുറിച്ചുള്ള ഈ പുരാതന ആദർശം അതിവേഗം മാറിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ലോകത്ത് ജീവിക്കുന്ന നമുക്ക് എന്തു വഴിയാണ് കാണിച്ചു തരുന്നത്? ഈ ഒരു ചിന്ത ഞാൻ നിങ്ങൾക്ക് വിട്ടുതരുന്നു. നന്ദി.